ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 27, ഈജിപ്തിലെ വിശുദ്ധ ജോണിൻ്റെ തിരുനാൾ. ഈജിപ്തിലെ ഒരു തച്ചൻ്റെ മകനായി ജനിച്ച ജോൺ 25-ാമത്തെ വയസ്സിൽ ലൗകിക ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് ഒരു സന്യാസിയുടെ കീഴിൽ വിനയത്തോടും അനുസരണത്തോടും കൂടി ജീവിച്ചു. പല മൂഢമായ പ്രവർത്തികളും തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തുകൊണ്ടിരുന്നു. ഒരു ഉണങ്ങിയ കമ്പ് പച്ചച്ചെടി എന്ന പോലെ നനച്ചു വന്നു. ഈ അനുസരണ പ്രവൃത്തികൾക്കെല്ലാം അനന്തരകാലത്ത് ജോണിന് വിശിഷ്ട അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. 40 വയസ്സുള്ളപ്പോൾ ലിക്കോപോളിസിൽ ഒരു ഉയർന്ന പാറക്കെട്ടിന്റെ മുകളിൽ ഒരു ഗുഹ താമസത്തിനായി ഒരുക്കിയെടുത്തു. അവിടെ ആഴ്ചയിൽ 5 ദിവസം ദൈവത്തോടുള്ള സംഭാഷണത്തിൽ കഴിച്ചുകൂട്ടി. ശനിയും ഞായറും പുരുഷന്മാർക്ക് ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകി വന്നു. സൂര്യാസ്തമനം വരെ ഒന്നും തന്നെ ഭക്ഷിച്ചിരുന്നില്ല. അതിനുശേഷം ആണെങ്കിലും വളരെ കുറച്ചു മാത്രം ഭക്ഷിച്ചു. ഇങ്ങനെ 42-ാമത്തെ വയസ്സു മുതൽ 90-ാമത്തെ വയസ്സുവരെ ജീവിച്ചു. അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്നവർക്ക് ഒരാശുപത്രി പണിയിപ്പിച്ചു. അനേകരെ അത്ഭുതമാം വിധം ജോൺ സുഖപ്പെടുത്തി. പലരുടെയും ഹൃദയ രഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. സ്വേച്ഛാധിപതിയായ മാക്സിമ്യൂസിനെ രക്തം ചിന്താതെ തെയോഡോഷ്യസ് ചക്രവർത്തി പരാജയപ്പെടുത്തുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. അത്ഭുതങ്ങളും പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞിരുന്ന ജോണിനെ വിശുദ്ധിയുടെ മകുടം ദൈവം അണിയിച്ചു. ഈജിപ്തിലെ വിശുദ്ധ ജോണെ ഞങ്ങളെയും വിശുദ്ധരാക്കി തീർക്കാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.